الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, കാരുണ്യവാനായ പടച്ചറബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പാലിക്കുവാൻ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. റഹ്മാനായ റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ സഹോദരന്മാർ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടിയുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റബ്ബ് അവരുടെ ഹജ്ജ് മഖബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാകട്ടെ നാമുഖമായി തേടുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്കൃഷ്ടമായ സദസ്സ്, അവിടേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. വളരെ പ്രയാസം ജീവിതത്തിൽ അനുഭവിക്കുന്ന, ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന അയാൾ വന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും എനിക്ക് തരണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. തൻ്റെ നിവൃത്തിക്ക് വേണ്ടി വല്ലതും തരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല. അപ്പോഴും പ്രവാചകൻ ചോദിച്ചു, എന്തെങ്കിലും ഒന്ന് നിന്റെ വീട്ടിലുണ്ടാകും. കുറെ ആലോചിച്ചിട്ട് അയാൾ പറഞ്ഞു, ഒരു പാത്രമുണ്ട്, പിന്നെ ഒരു പുതപ്പുണ്ട്, കിടക്കാനും വിരിക്കാനും ഉപയോഗിക്കുന്ന ഒരു പുതപ്പുണ്ട്, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അങ്ങൊക്കെ കൂടി ഒരു പാത്രമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നീ അത് എടുത്തു കൊണ്ടുപോവാ. അങ്ങനെ അയാൾ പോയി. കുറച്ചു കഴിഞ്ഞ് അയാൾ വന്നു. അയാളുടെ കയ്യിൽ ആ പാത്രവുമുണ്ട്, അയാളുടെ വിരിപ്പുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഏറ്റുവാങ്ങിയിട്ട് സദസ്സിനോട് ചോദിച്ചു, ഇത് വില കൊടുത്തിട്ട് ആരെങ്കിലും വാങ്ങാൻ തയ്യാറുണ്ടോ? അപ്പൊ ഒരു സ്വഹാബി പറയുന്നു, അനയാ റസൂലല്ലാഹ്, ഞാൻ സന്നദ്ധമാണ്. എത്രയാണ് തരിക? അയാൾ പറഞ്ഞു, ഞാൻ 1 ദിർഹം തരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അതിനേക്കാൾ കൂടുതൽ ആരെങ്കിലും തരും? ഇപ്പൊ വേറെ ഒരു സഹാബി പറഞ്ഞു, ഞാൻ 2 ദിർഹം തരും. പ്രവാചകൻ അയാൾക്കത് വിൽക്കുകയാണ്. ആ പാത്രവും പുതപ്പും അയാൾക്ക് വിറ്റു. റസൂലുള്ള 2 ദിർഹം അയാളിൽ നിന്ന് വാങ്ങി. നേരത്തെ തന്റെ ആവശ്യത്തിന്, തന്റെ നിവൃത്തിക്ക്, തന്റെ വിഷമം ചോദിച്ചു വന്ന സഹാബിക്ക് 2 ദിർഹം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ 1 ദിർഹം കൊണ്ട് നീ ഭക്ഷണം വാങ്ങും, എന്നിട്ട് നിന്റെ വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്കും. മറ്റ് ബാക്കിയുള്ള 1 ദിർഹം കൊണ്ട് നീ ഒരു കോടാലി വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ അയാൾ അത് നിർവഹിച്ചു. ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിന് മരത്തിന്റെ ഒരു പിടിയിട്ട് കൊടുത്തു. എന്നിട്ട് അയാളോട് പറഞ്ഞു, നീ പോയിട്ട് അധ്വാനിക്കണം, വിറക് വെട്ടണം, എന്നിട്ട് വിൽപ്പന നടത്തണം. 15 ദിവസത്തിന് ഇവിടെ കണ്ടുപോകരുത്. 15 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാവും. അങ്ങനെ അയാൾ പോയി. ഈ പറഞ്ഞതൊക്കെ അയാൾ ചെയ്തു. 15 ദിവസം കഴിഞ്ഞ് അയാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. അയാളുടെ മുഖം പ്രസന്നമാണ്, അഭിമാനബോധത്തോടുകൂടി, ആഹ്ലാദ ആരവത്തോടുകൂടി. ആ മനുഷ്യൻ വന്നിട്ട് പ്രവാചകന് കാണിച്ചു കൊടുക്കുകയാണ്, എൻ്റെ അടുത്ത് 10 ദിർഹം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നത്. ദീനുൽ ഇസ്ലാം അലസതയെ നിരുത്സാഹപ്പെടുത്തി, അത് തൊഴിലിനെ പ്രോത്സാഹിപ്പിച്ചു, അധ്വാനത്തിന് പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ചു, അത് പുണ്യമാണെന്ന് പഠിപ്പിച്ചു. കുടുംബത്തിന് അന്നം കൊടുക്കുന്നത് പോലും നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ കൂട്ടത്തിൽ പഠിപ്പിച്ചു. മക്കൾക്ക് അന്നം കൊടുക്കുന്നത്, ഭാര്യയ്ക്ക് അന്നം കൊടുക്കുന്നത്, കുടുംബത്തിന് അന്നം കൊടുക്കുന്നത് ഇബാദത്തിന്റെ മേഖലകളിലേക്ക് കടന്നു തരാവുന്ന തരത്തിലേക്കുള്ള കർമ്മമായിട്ട് അത് മാറുന്നത് കാണാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരതുമ്പോൾ, ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ അത്ഭുതപ്പെടുന്ന കുറേ സംഗതികൾ കാണുന്നു. ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വായിക്കുമ്പോൾ അദ്ദേഹം 1-ാം തരം കർഷകനായിരുന്നു എന്ന് കാണാം. കാർഷിക വൃത്തി ചെയ്തിരുന്നു. നിവൃത്തി ജീവിതത്തിന്റെ കർമ്മ മേഖലയിൽ ഒരു നബി എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ കുറെ ഇരിക്കണ ഒരു ഏർപ്പാടായിട്ടല്ല കാണുന്നത്. അദ്ദേഹം 1-ാം തരം ഒരു കർഷകനായിരുന്നു. ഇദ്രീസ് നബിയെ കുറിച്ച് വായിക്കുമ്പോൾ കാന ഖയ്യാത്തൻ എന്ന് കാണാം. അദ്ദേഹം തുന്നൽ പണി ചെയ്തിരുന്നു എന്ന് കാണുന്നു. നൂഹ് നബിയെ കുറിച്ച് വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കപ്പൽ നിർമ്മാണം ഖുർആൻ പറയുന്നുണ്ട്. ഫസ്നഇൽ ഫുൽക് ബിഅയുനിനാ, നൂഹ് നീ ഒരു കപ്പൽ ഉണ്ടാക്കണം നമ്മുടെ മേൽനോട്ടത്തിൽ, വവഹ്യിന നമ്മുടെ ദിവ്യ സന്ദേശത്തിൽ. നൂഹ് നബി 1-ാം തരം കപ്പൽ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആശാരിപ്പണി അറിയാന്നാണ്, തച്ചന്റെ പണി അറിയാന്നാണ്. ഖുർആനാണ് നമ്മളോടത് പറയുന്നത്. ഒരു തൊഴിലും ഉച്ചനീചത്വത്തോടുകൂടി ഇസ്ലാം നോക്കിക്കണ്ടിട്ടില്ല. പിൽക്കാലത്ത് ഫിഖഹിന്റെ ഗ്രന്ഥങ്ങൾ ചില ജോലികൾ കറാഹത്താണ്, അല്ലെങ്കിൽ കറാഹത്തിനോട് അടുത്തതാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇസ്ലാമിക മാനദണ്ഡത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് കടന്നു പോകുമ്പോ എല്ലാ തൊഴിലും മാന്യതയുടെ തലത്തിലാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ദാവൂദ് നബിയെ കുറിച്ച് ഖുർആൻ പറയുന്നത് വഅലന്നാ ലഹുൽ ഹദീദ്, അദ്ദേഹത്തിന് നമ്മള് ഇരുമ്പ് വഴിപ്പെടുത്തി കൊടുത്തു. ഒരു മുഅ്ജിസത്തിന്റെ കൂട്ടത്തിലാണ് അത് പറയുന്നത്. പടയങ്കി നിർമ്മിക്കുന്നു എന്ന് കാണാം ഖുർആൻ. നല്ല നല്ല ആയുധങ്ങൾ അദ്ദേഹം നിർമ്മിക്കുന്നു, എന്നിട്ട് അത് വിൽപ്പന നടത്തുന്നു. കാലങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, അവിടുത്തെ ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ പ്രബോധനത്തെക്കുറിച്ച്, അവിടുത്തെ ഇരവ് പകലുകളെ കുറിച്ച് വള്ളി വിടാതെ രേഖപ്പെട്ട് കിടക്കുന്ന ചരിത്രം വായിക്കുമ്പോ അവിടുത്തെ ഭൂതകാലത്തിൽ അവിടുന്ന് ആടുപേച്ചിരുന്നു. ചില യാത്രക്കടയിലെ റസൂലുള്ള പറയാറുണ്ട് സഹാബാ കിറാമിനോട്, ഈ താഴ്വാരം നിങ്ങൾക്കറിയുമോ? ഭൂതകാലത്തിന്റെ ഓർമ്മ അവിടുത്തെ മനസ്സിലേക്ക് കടന്നു വരിക. എന്നിട്ട് അവിടുന്ന് പറയും, ഇതുവഴി ഈ പ്രദേശത്ത് കൂടി എത്രയോ ആട്ടിൻപറ്റങ്ങളെ തുച്ഛമായ വേതനത്തിന് ഞാൻ മേച്ച് നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. റസൂലുള്ള ആട് മേച്ചിരുന്നു. ഒരുപാട് സംഭവങ്ങൾ കാണാം. അൽ അമീൻ എന്ന പേര് നബിക്ക് വന്നു. വന്നതെങ്ങനെ? അവിടുത്തെ കച്ചവട യാത്രയിലെ വിശ്വസ്തതയാണ്.
ഖദീജ ബീവിയുമായിട്ടുള്ള വിവാഹം ഉണ്ടാകുന്നതിന് പോലും നിമിത്തമാകുന്ന തലത്തിലേക്ക് അവിടുത്തെ ജീവിതത്തിന്റെ ആ ഒരു അമാനത്ത്. അങ്ങനെ ജനങ്ങളെ വിളിക്കുന്നത് സത്യസന്ധൻ, വിശ്വസ്തൻ, വിശ്വസിക്കാൻ കൊള്ളുന്നവൻ, വഞ്ചിക്കാൻ അറിയാത്തവൻ. അല്ലമീൻ എന്ന ഓമന പേരിൽ മക്കക്കാര് മുഴുവൻ ഒരു മനുഷ്യനെ വിളിക്കാൻ കാരണം അവിടുത്തെ ചില കച്ചവട യാത്രകളാണ്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഒരു നബി എന്ത് ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കണില്ല, ഒരു ഏർപ്പാടുണ്ട് എന്നാണ്. തൊഴിലിന് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം നൽകുന്നത് എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നു. ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് പിറ്റേന്ന് പ്രഭാതം സുബഹി കഴിഞ്ഞപ്പോ സാധാരണ അദ്ദേഹം ചെയ്യുന്ന പണിക്ക് പോവുക. സാധാരണ ചെയ്യുന്ന പണി പലതും ഉണ്ട്. അദ്ദേഹം കച്ചവടം ചെയ്യാറുണ്ട്, പല ഏർപ്പാടുകളും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ആ പണിക്ക് ഇങ്ങനെ പോവുക. അപ്പൊ ജനങ്ങൾ തടുക്കുക, നിങ്ങൾ എങ്ങോട്ടാ പോണത്? ഞങ്ങളുടെ അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളുടെ ഇമാമാണ്, ഞങ്ങളുടെ അമീറാണ്, ഞങ്ങളെ കാര്യം നോക്കാൻ. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചത്. അങ്ങനെ അവരൊന്നിച്ചു കൂടിയിട്ടാണ് ബൈത്തുൽ മാലിൽ നിന്ന് നിശ്ചിതമായ ഒരു ശമ്പളം നിശ്ചയിച്ച് അവിടെ അദ്ദേഹം എപ്പോഴും അവിടെ ഇരിക്കുന്ന ഒരു അവസ്ഥ വരികയാണ്. ഈ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് ഒരു ജീവിത മാർഗമായിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കുന്നു. അദ്ദേഹത്തിന്റെ കച്ചവടം, അബൂ അയ്യൂബ് അൻസാരി, മുആദ് ബിൻ ജബൽ, ഒന്നാം തരം കർഷകന്മാർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അദ്ദേഹം കാര്യമായിട്ട് പണിക്കൊന്നും പോകില്ല, എപ്പോഴും ഇവിടെ സദസ്സിലാണ്. ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത അദ്ദേഹമാണ്. പക്ഷേ കാലങ്ങൾക്ക് ശേഷം റസൂലുള്ള വിട പറഞ്ഞു പോയി. ഇനി പുതിയൊരു ഹദീസ് വരാനില്ല, പുതിയൊരു രേഖയും വരാനില്ല, രേഖപ്പെടുത്താനുള്ള ഇനി വഴിയില്ല. ആകാശത്ത് നിന്ന് ഭൂമിക്ക് ഇനി വഴി വരില്ല. തന്റെ വാർദ്ധക്യ കാലത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പറയുന്നു, അദ്ദേഹം ജീവിതാന്ത്യത്തിൽ കൃഷി നടത്തിയിരുന്നു എന്നാണ്. ആ ഒരു ചരിത്രം കൂടി ബാക്കിയാണ്. പൊതുവെ ആളുകൾ പറയാറുണ്ട്, ഒരു പണിക്കും പോകാതെ അബൂ ഹുറൈറ എപ്പോഴും ഇവിടെ കൂടെ അവിടെ ഇരുന്നിരുന്നു, അതുകൊണ്ടാണ് കൂടുതൽ ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. അതൊക്കെ ശരിയാണ്. പക്ഷേ തന്റെ ജീവിതാന്ത്യത്തിൽ അദ്ദേഹം ഒന്നാം തരം കൃഷിപ്പണി ചെയ്തിരുന്നു എന്നാണ്. അലി നബി താലിബ് റളിയല്ലാഹു അൻഹു കൂലിവേല ചെയ്തിരുന്നു. ഖബ്ബാബ് ബിൻ അറ എന്ന് പറയുന്ന സഹാബി കൊല്ലൻ പണി ചെയ്തിരുന്നു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഈത്തപ്പനയുടെ ഓലകൾ കൊണ്ട് പായയും കുട്ടകളും മെടഞ്ഞെടുത്ത് അത് വിൽപ്പന നടത്തിയിരുന്നു. സുബൈർ ബിൻ അൽ-അവ്വാം റളിയല്ലാഹു അൻഹു ഒന്നാം തരം കച്ചവടക്കാരനായിരുന്നു. അതുകൊണ്ട് ഒരു തൊഴിലൊരു മനുഷ്യന് നിർബന്ധമാണെന്നാണ് ഇസ്ലാം പറയുന്നത്. ഒരു പണിയില്ലാത്ത ആളെ കൊണ്ട് നാട്ടുകാർക്ക് പണിയാണ്, പോലീസിന് പണിയാണ്, നിയമപാലകന്മാർക്ക് പണിയാണ്, കുടുംബത്തിന് പണിയാണ്, എല്ലാവർക്കും പണിയാണ്. അതുകൊണ്ട് പണികൾ വേണം, ഏർപ്പാടുകൾ വേണം. ഒരു മനുഷ്യനും അലസത ഉണ്ടാകരുതെന്നാണ്. ജുമുഅ സൂറത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാ, ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർള്. നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം നിസ്കാരത്തിലേക്ക് വരാൻ പറഞ്ഞു. നിങ്ങളെ കച്ചവടത്തെ മാർഗങ്ങളൊക്കെ തൽക്കാലം ഒഴിവാക്കുക. ഇദാ നുദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ചത്തെ വെളിയാളം മുഴങ്ങിയാൽ നിങ്ങൾ വരണം. ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ഓർമ്മയിലേക്ക്. എന്നിട്ട് വദറുൽ ബൈഅ, തൽക്കാലം നിങ്ങളെ കച്ചവടം നിർത്തുക. അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കണം. കസ്റ്റമർ ഇറങ്ങിപ്പോയിട്ട് പള്ളിക്കൽക്ക് പോണ ഇടപാടല്ല ഇസ്ലാമില്. അതൊരു നിയ്യത്തായിട്ട് കരുതണം. പള്ളി അങ്ങനെയാണ്, ജുമുഅ അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ പറയുന്നത് ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫളില്ലാഹ്. നിസ്കാരം കഴിഞ്ഞാ പിന്നെ നിങ്ങൾ ഭൂമിയിൽ വ്യാപരിക്കണം, അള്ളാഹുവിന്റെ ഔദാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ ഏർപ്പാടുകൾ, തൊഴിലുകൾ. എത്ര കർശനായിട്ട് അത് പറയുന്നത്. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വരുന്നുണ്ട്. പള്ളിയിൽ വന്നപ്പോ ഒരുപാട് ആളുകൾ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ചോദിച്ചു, ഇതെന്താ സംഭവം? അപ്പൊ അവരിങ്ങനെ ഇബാദത്ത് ചെയ്യുന്നു, കുറെ ഓതുന്നു, നിസ്കരിക്കുന്നു, ദിക്റുകൾ ചെല്ലുന്നു, അങ്ങനെ ഒരുപാട് അമലുകൾ ചെയ്യാറ്. ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് ജീവിതമാർഗം എന്താ? ഭക്ഷണം കഴിക്കണല്ലോ, എന്താണ് കുടുംബം നോക്കണല്ലോ. അപ്പൊ ഇവരിൽ ചില ആളുകൾ പറഞ്ഞു, ആരെങ്കിലും ചിലപ്പോൾ വിളിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്ന് തരും. അതൊരു ഏർപ്പാടായിട്ട് അവിടെ അങ്ങനെ നിൽക്കുക. അദ്ദേഹത്തിന്റെ കയ്യിലൊരു വടിയുണ്ട്. ആ വടിയെ കുറിച്ച് പറയുന്നത് ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ വാളിനേക്കാൾ പവറുള്ള വടിയായിരുന്നു ഉമറിന്റെ കയ്യിലുള്ള വടി എന്ന് പറയുന്നുണ്ട്.
ആ വടിയെടുത്തിട്ട് അദ്ദേഹം അവരെ അങ്ങോട്ട് ആട്ടി ഓടിക്കാണ് അവിടുന്ന്, ഇവിടെ കണ്ടുപോകരുതെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്തേലും ഒരു പണിക്ക് പോ. എന്നിട്ട് പറഞ്ഞൊരു വാക്കാണ്, ലാ യുഖഅദ അഹദുക്കും അൻ തലബിൽ റിസ്ഖ്. ഭക്ഷണം അത് തേടിയിട്ട് ഈ ഇരുത്തമ്പടി ഇരിക്കരുത് ഒരാളും. എന്നിട്ട് യഖൂലു, നിങ്ങളിങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ർസുഖ്നീ, പടച്ചോനെ ഞങ്ങൾക്ക് റിസ്ഖ് തരണം എന്നിങ്ങനെ പള്ളിയിലിരുന്നിട്ട് ഇങ്ങനെ ദുആ, വേറൊരു ഏർപ്പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖദ് അലിംതും, നിങ്ങൾക്കറിയുമോ, അന്നസ്സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ, ആകാശത്ത് നിന്ന് സ്വർണം വീഴൂല, സ്വർണം ആകാശം പെയ്യിക്കുന്നില്ല, മാനത്ത് നിന്ന് സ്വർണം വീഴൂല, വെള്ളിയും വരൂല, അവിടുന്ന് മഴ വരിക. അതുകൊണ്ട് കൃഷി ഉണ്ടാവും, അത് ഉൽപ്പന്നങ്ങളാകും, അതുകൊണ്ട് ഏർപ്പാട് മനുഷ്യൻ ചെയ്യും, അങ്ങനെ വരുമാനം, അങ്ങനെ ജീവിതം, അങ്ങനെ തൊഴില്. ദീനുൽ ഇസ്ലാമിന്റെ ഈ മഹാ അധ്യാപനം എത്രമേൽ കൃത്യമാണെന്നുള്ളതാണ് അത്ഭുതത്തോടു കൂടി നമ്മൾ വായിച്ചെടുക്കേണ്ടത്. തൊഴിൽ ദിനം, തൊഴിലാളി ദിനം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കേൾക്കും. പക്ഷെ ഇസ്ലാമിന് അതിനൊരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഒരു തൊഴിലും മോശാന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, തൊഴിലുകളെ പ്രോത്സാഹിപ്പിച്ചു. മാ അകല തആമുൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. സഹീഹ് ബുഖാരി ധരിക്കുന്ന ഹദീസാ, റസൂലുള്ളാഹിന്റെ വാക്കാ. ഒരാളും അന്നം കഴിച്ചിട്ടില്ല, ഏറ്റവും നല്ല അന്നം അവന്റെ കൈ കൊണ്ട് അവൻ എടുത്ത തൊഴിലിൽ നിന്ന് കിട്ടിയ അന്നമല്ലാതെ സ്വന്തമായിട്ടുണ്ടാക്കിയ വരുമാനം കൊണ്ട് കഴിക്കുന്ന അന്നം അത്ര നല്ലൊന്ന് വേറൊന്നൊരാൾ കഴിച്ചിട്ടില്ല. ഒരു കഥ പറഞ്ഞു കൊടുക്കുക. അന്ന ദാവൂദ അലൈഹിസ്സലാം കാന ലാ യഅകുലു ഇല്ലാ മിൻ അമലി യദിഹി. ദാവൂദ് നബി അവിടുത്തെ കൈ കൊണ്ട് തൊഴിലെടുത്തിട്ട് കിട്ടിയ വരുമാനമല്ലാതെ ഭക്ഷിച്ചിട്ടില്ല. ആരാ? രാജാവാ. പക്ഷെ സ്വന്തം ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾക്കും ബാധ്യത ഉണ്ടാക്കുന്നില്ല എന്നുള്ള മഹനീയമായൊരു സന്ദേശമാണ് ഇസ്ലാം നൽകുന്നത്. ചെറുപ്പക്കാർക്ക് പാഠാണ്. 10-18 വയസ്സായാല് വീട്ടുകാർക്ക് ഭാരാകരുത്, ഉമ്മാക്കും പാപ്പാക്കും ഭാരാകരുത്, പിന്നെ പെരതെറിഞ്ഞ് നിൽക്കണ ആൺകുട്ടികളാകരുത്, എന്താ അവരെ കൊണ്ട് ചെയ്യാന്നറിയാതെ വീട്ടുകാർ ബേജാറായി പോകരുത്. അവർ പുതിയ കാലം, അവർ തൊഴിൽ കണ്ടെത്തണം, കുടുംബത്തിന് തണലാകണം, താങ്ങാകണം, ഖൈറ് പകരണം, സന്തോഷമുണ്ടാകണം, കൺകുളിർമ കൊടുക്കണം. തന്നെ കൊണ്ടൊരു വിഷമം പെരയിലുണ്ടാകരുത്, നാട്ടിലുണ്ടാകരുത്, സമൂഹത്തിലുണ്ടാകരുത്. കൃത്യമായിട്ട് അതൊക്കെ പറയുന്നത്. സൂറത്തുൽ കഹ്ഫ് ഇന്ന് നമ്മൾ പാരായണം ചെയ്തതാണ്. അതിലെ 77-ാമത്തെ ആയത്താണ് ഓതി വെച്ചത്. അതിൽ പറയുന്നുണ്ട്, ഫൻതലഖാ ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തിൻ ഇസ്തതഅമാ അഹ്ലഹാ. അവര് രണ്ടുപേരും പോയി ഒരു ഗ്രാമത്തിന്റെ അടുത്ത്, ഒരു ഗ്രാമവാസികളുടെ അടുത്ത് അവരെത്തി. മൂസാ നബി അലൈഹി സ്വലാമിന്റെയും ഖദർ അലൈഹി സ്വലാമിന്റെയും കഥ പറയുന്നുണ്ട്. ദീർഘമായൊരു യാത്രയായിരുന്നത്. അങ്ങനെ പോയി ഒരു ഗ്രാമത്തിലെത്തി. അവിടെ എത്തിയപ്പോ ഇസ്തതഅമാ അഹ്ലഹാ, അവരോട് അന്നം ചോദിച്ചു, എന്തേലും ഭക്ഷണം കഴിക്കണം, ഞങ്ങൾക്ക് വിശപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോ ഫഅബൗ അൻ യുളയ്യിഫൂഹുമാ, അവരെ വിരുന്നൂട്ടാൻ ആ ജനത വിസമ്മതിച്ചു. ഇല്ല, ഇവിടെ ഒന്നുമില്ല എന്നവർ പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞു. ഫവജദ, അവർ രണ്ടാളും കണ്ടു, ഫിഹ, അവിടെ ജിദാറിന് ഒരു മതില് കണ്ടു. ആ മതില് വീഴാനായിട്ടുണ്ട്. അപ്പൊ ഇവരതെന്ത് ചെയ്തു? നന്നാക്കിയതാണ്. യുരീദു അൻ യൻഖല്ല ഫഅഖാമ. അപ്പോ നന്നാക്കിയ സമയത്ത് മൂസാ നബി പറയാ, ലൗ ശിഅ്ത ലത്തഖൽത അലൈഹി അജ്റാ, നിങ്ങൾ പറഞ്ഞാല് അവരെന്തേലും നമുക്ക് അതിന് പണമെങ്കിലും തന്നിരുന്നു, എന്നാ അതുകൊണ്ട് നമുക്ക് എന്തേലും വാങ്ങാറുന്നു, എന്തേലും ഭക്ഷിക്കാമായിരുന്നു. അതോടുകൂടി പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ വേർപ്പെടുകയാണ്. ഖാല ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനം പരതുമ്പോ ഇവരാ പണി അങ്ങോട്ട് നന്നായി എടുത്തു കൊടുത്തു എന്നാ. വീഴാൻ പോകുന്ന പടവ്, വീണ് കിടക്കുന്ന മതില് അതവര് കൃത്യമാക്കി ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. പ്രവാചകനായ ഖദറും മൂസയും പടവ് നടത്തി എന്നാണ്. ഒരു പണി മോശമല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, കഅബയുടെ നിർമ്മാണം നടത്തുന്നത് ആ വാപ്പി മോനും കൂടിയാണ്. പടവറിയണം, അല്ലാതെ നടത്താൻ പറ്റില്ലല്ലോ. എങ്ങനെയെങ്കിലും കല്ല് വെച്ചാൽ അത് നിൽക്കൂല. അപ്പൊ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്കറിയാം. ഇബ്രാഹിം നബിയെ കുറിച്ച് പിന്നെയും വായിക്കാം. അദ്ദേഹത്തിന് നന്നായിട്ട് കശാപ്പ് അറിയാന്നാണ്.
പാചകം ചെയ്യാൻ. അതുകൊണ്ടാ മലക്കുകൾ വന്നൊരു നേരമുണ്ട്. മലക്കുകളെന്നറിയില്ല. ഇബ്രാഹിം നബിയുടെ ആതിഥ്യ മര്യാദ അത്യത്ഭുതകരമാണ്. അറബ് സംസ്കാരത്തിന്റെ വേര് ചെന്ന് മുട്ടുന്നത് അവിടെയാണ്. ഒരതിഥി വന്നാൽ ആ അതിഥിക്ക് എല്ലാം സമർപ്പിക്കുന്ന, അതിഥിക്ക് ആദരവോടുകൂടി നോക്കിക്കാണുന്ന ഇബ്രാഹിം നബി ഉടനെ ചെയ്തു. ആ സംഭവമൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്. ഈ ഈ വീര് വന്നപ്പോ ഒരു മലക്കുകളെന്നൊന്നും ഇബ്രാഹിം നബിക്ക് അറിയില്ല. അദ്ദേഹം അടുത്ത നിമിഷം താമസിച്ചില്ല, ഒരു പൊരിച്ച കാളക്കുട്ടിനെ പാചകം ചെയ്ത് കൊണ്ടുവന്നു എന്നാണ്. അതിനധികം താമസം ഉണ്ടായില്ല എന്നാണ്. അതിന്റെ അർത്ഥം കാളക്കുട്ടിനെ പിടിക്കുന്നു, അറുക്കുന്നു, അതിനെ പാചകം ചെയ്യുന്നു, അത് ഭക്ഷ്യയോഗ്യമാക്കിയിട്ട് ഈ അതികളുടെ അടുത്തിങ്ങോട്ട് എത്തുന്നു. എല്ലാം വളരെ പെട്ടെന്നാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്? അദ്ദേഹത്തിന് ആ വ്യാഖ്യാനത്തിൽ കാണാം. അദ്ദേഹത്തിന് നന്നായിട്ട് കശാപ്പറിയാം, ആ തൊഴിലറിയാം. എന്തോരം പ്രാധാന്യത്തോടു കൂടിയാണ് ദീൻ ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് സഹാബ കിറാം ഒരു അധ്വാനശീലന്മാരാണ്. വെറുതെ ഇരിക്കൂല. അലസത എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. അതിന്ന് പുതിയ തലമുറയാട്ടെ പഴയ തലമുറയാട്ടെ ആരെ പിടികൂടിയാലും അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് ചെറുതല്ല, അതുണ്ടാക്കുന്ന അസ്വാസ്ഥ്യം ചെറുതല്ല, അതുണ്ടാക്കുന്ന പ്രയാസം ചെറുതല്ല. അതുകൊണ്ടാണ് പ്രാധാന്യത്തോടുകൂടി പുണ്യമായ സംഗതിയായിട്ടാണ് പഠിപ്പിച്ചത്. തൊഴിലാളിയെ പരിഗണിക്കേണ്ട പ്രാധാന്യം പഠിപ്പിച്ചു. വിയർപ്പ് പറ്റുന്നെങ്കിൽ കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ചു. ഇത് ഭംഗിവാക്കൊന്നുമല്ല. ചില ആളുകൾ പറയാറില്ലേ, ഞാൻ 6 കൊല്ലം അവിടെ പണിയെടുത്തിരിക്കും, ഒന്നും കിട്ടിയില്ല അവിടെ നിന്ന് പറയുമ്പോൾ അവന്റെ ഉള്ളിലെ വേദന ഖിയാമത്ത് നാള് പരലോകത്തെ തീരുള്ളൂ. 6 കൊല്ലത്തൊരു മനുഷ്യന്റെ അധ്വാനം, അന്നൊറ്റിയ വിയർപ്പുകൾ, അന്നത്തെ ക്ഷീണം, അന്നത്തെ കതപ്പ്, ഒരു വേദന ഇല്ലാതെ വേദന മാത്രമുള്ള എത്ര മനുഷ്യന്മാർ ഉണ്ടാകണം. 3 ആളുകൾ ഗുഹയിൽ കുടുങ്ങിയ കഥ പറയാറുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ഒരു മനുഷ്യന്റെ അവസ്ഥ പറയുന്ന ഒരാള്, അക്കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട് രക്ഷ നേടാൻ വേണ്ടി ഗുഹയിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പൊ അയാൾ പറയുന്നുണ്ട്, റബ്ബേ, ഞാൻ കൂലി കൊടുത്തപ്പോ ഒരാൾ കൂലി വാങ്ങാതെ പോയി. തൊഴിലിനെ വിളിച്ചതാണ്, അയാൾ കൂലി വാങ്ങാതെ പോയി. സ്വാഭാവികമായിട്ടും ഞാൻ ആകെ വിഷമിച്ചു പോയി. പക്ഷെ ഞാൻ അയാൾക്ക് കൊടുക്കേണ്ട ആ കൂലി ഞാൻ സൂക്ഷിച്ചു. അതുകൊണ്ടൊരു ആട് വാങ്ങി. പിന്നെ അത് വളർന്നു, അത് വലിയ സമ്പത്തായി, അത് പെറ്റുപെരുകി. പിന്നെ അത് വേറെ ഏർപ്പാടായി, അത് നോക്കാൻ ആളെ ഏൽപ്പിച്ചു. ഏതോ ഒരു മനുഷ്യന്റെ ഹക്കാണ് എന്നുള്ള നിലക്ക് അതാണ് പരിപോഷിപ്പിച്ചു. കൊല്ലങ്ങൾ ഒരുപാട് കടന്നിട്ട് പോയി, അയാൾ തിരിച്ചു വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന ദിവസം കുറെ കാലം നിങ്ങൾക്ക് ഒരു പണിയെടുത്തിരുന്നു, അന്ന് ഞാൻ കൂലി വാങ്ങാതെ പോയതാ. അപ്പൊ ഇയാള് പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട്, ഇതാ എടുത്തോ എന്റെ കൂലി. ഒരു താഴ്വാരം നിറയെ മേഞ്ഞു കിടക്കുന്ന ആട്ടിൻപറ്റങ്ങളും ഒട്ടകക്കൂട്ടങ്ങളും പശുക്കിടാങ്ങളും ഇതൊക്കെ കാണിച്ചിട്ടാ പറഞ്ഞു, ഇതൊക്കെ എന്റെയാണ് കൊണ്ടുപോയിക്കോന്ന്. അപ്പൊ ഇയാള് പറഞ്ഞു, ഇത്തഖില്ലാഹ്, അല്ലാഹനെ ഭയപ്പെടണം. എന്തിനെന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? അസുഖരീയത്തുക, എന്നെ പരിഹസിക്കുകയോ? ഒരു ദിവസത്തെ കൂലിയാ ഞാൻ ചോദിച്ചത്. അതാണ് നമ്മളുള്ള കടപ്പാട്. അപ്പൊ പറഞ്ഞു കൊടുത്തു, ഇതൊക്കെ എനക്ക് വേണ്ടി ഇങ്ങനെ നിന്റെ ആ സ്വത്ത് ഇങ്ങനെ പരിപോഷിപ്പിച്ച് ഈ രൂപത്തിലായതാണെന്ന്. അയാളത് തെളിച്ചു പോകുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹ്, ഞാനാ ചെയ്തതൊരു പുണ്യമാണെങ്കിൽ ഈ പാറക്കല്ല് നീക്കിത്തരയണമേ എന്നാണ് ആ ദുആയുടെ ബാക്കി കാണുന്നത്. പറഞ്ഞു വന്നത്, മനുഷ്യൻ എന്ന നിലയിൽ ഉപജീവനം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് നേരത്തെ ഖുത്ബയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ യാചന റസൂലുള്ളാഹി പ്രോത്സാഹിപ്പിച്ചില്ല. നമുക്കാണ് ഇഷ്ടം പോലെ ആൾക്കാർ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ്, ഓരോ വക്കത്തിനും മഗ്‌രിബിക്ക് ഒരാള്, ഇശാക്ക് ഒരാള്, സുബഹിക്ക് ഒരാള്, ളുഹറിനൊരാള്, അസറിനൊരാള്, അവരൊക്കെ പ്രശ്നങ്ങളാണ്. അതിങ്ങനെ പറഞ്ഞ് നടക്കുക. അത് അങ്ങനെ നടന്ന പ്രശ്നങ്ങൾ തീരൂല. അങ്ങനെ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതൊരു ഏർപ്പാടായി മാറും. അതാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് മനുഷ്യന്റെ ഇസ്സത്ത്, മനുഷ്യന്റെ അഭിമാനം, മനുഷ്യന്റെ അന്തസ്സ്. അതുകൊണ്ട് നന്നായിട്ട് തൊഴിലെടുക്കുക, അതിന്റെ പ്രാധാന്യം. തൊഴിലൊരു വിശ്രമം പോലും ഇല്ല. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിന്റെ കാഹളം മുഴങ്ങിയ നേരം നിന്റെ കയ്യിൽ ഒരു ചെടിയുണ്ട്, ഫസീല, ഒരു ചെടി നിന്റെ കയ്യിലുണ്ട്, പറ്റുകയാണെങ്കിൽ അത് നടണം
എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ലോകം അവസാനിക്കുകയാണ്, ഇനി ആർക്കാ ചെടി നടുന്നത്? അവിടെയാണ് അതൊരു വലിയ ദൃഷ്ടാന്തമാണ്, ഒരു പാടാണ്. നമ്മൾ അനുഭവിക്കുന്ന പല ഫലവൃക്ഷങ്ങളും എത്രയോ കാലം മുമ്പ് ആരൊക്കെയോ നട്ടതായിരിക്കും. അവരൊക്കെ ആറടി മണ്ണ് കിടക്കുക. പക്ഷെ കാലങ്ങൾ എത്ര കടന്നുപോയി. അത് ജനങ്ങൾ പല കോലത്തിൽ ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ദീനിനെ സംബന്ധിച്ചിടത്തോളം ഇത് മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഒരു മതം എന്നുള്ള നിലയിൽ മനുഷ്യന്റെ സുഖദുഃഖങ്ങൾ അള്ളാഹു പറയുന്ന ഒരു ദൃഷ്ടാന്തം എന്ന നിലയിൽ അധ്വാനം എന്ന് പറയുന്നത്, തൊഴിൽ എന്ന് പറയുന്നത് പുണ്യമാണ്. തൊഴിൽ അതിന്റെ പ്രാധാന്യം വളരെ വളരെ പ്രസക്തമാണ്. പുതിയ കാലത്ത് അതേറെ പ്രസക്തമാണ്. അതുകൊണ്ട് അങ്ങനെ അന്തസ്സോടെ ജീവിക്കാനും അതുപോലെ ഏത് തൊഴിലും മാന്യതയോടുകൂടി കാണാനും. അതാണ് ചില ആളുകൾ അങ്ങനെയാണ്, എന്നെ തൊഴിൽ മറ്റേ തൊഴിൽ അങ്ങനൊന്നുമില്ല. എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് മഹാരഥന്മാരുടെ കഥകൾ വായിക്കുമ്പോൾ അവരെടുക്കുന്ന തൊഴിലുകൾ അതൊക്കെ അത്യത്ഭുതകരമായിട്ട് നമുക്കിങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും. വൈറ്റ് കോളർ സംസ്കാരം പിടികൂടിയപ്പോൾ, ആലസ്യം പല കോലത്തിലും നമ്മളെ പിടികൂടിയപ്പോൾ തീർച്ചയായിട്ടും ദീനിന്റെ ഈ പൊരുൾ തിരിയാനും അറിയാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധ്യമാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.